ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എല്ലാരും കൂടി ചേർന്ന് ജോൽസിനെ വിളിച്ചോണ്ട് വരുന്നതിന് പിന്നിൽ എന്തോ ഒരു ഗൂഢാലോചനയുണ്ട്. താൻ വിഷമിക്കണ്ട. അവരാരും വിചാരിക്കുന്നൊന്നും നടക്കാൻ പോകുന്നില്ല. ശപിക്കപ്പെട്ടൊരു കുഞ്ഞായിട്ട് നമ്മുടെ കുഞ്ഞിനെ മാറ്റാണ് ഇവര് ശ്രമിക്കുന്നത്. സച്ചേട്ടാ, ഒരു കാര്യം ഞാൻ പറയാം. എന്നെ അവരെന്ത് വേണേലും പറഞ്ഞോട്ടെ, എനിക്കതിൽ ഒരു വിഷമവുമില്ല. അതൊക്കെ സഹിക്കാനും ഞാൻ തയ്യാറാ. പക്ഷെ അവരെന്റെ കുഞ്ഞിന്റെ ജീവിതം വെച്ച് കളിച്ചാലുണ്ടല്ലോ, പിന്നെ ഞാൻ ഒന്നും നോക്കില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ ഈ വീട്ടിൽ പിന്നെ ഞാനും എന്റെ കുഞ്ഞും ഉണ്ടാവില്ല. ഇവരുടെയൊക്കെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവാത്തത്. ബുദ്ധിയും ബോധമുള്ള ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇതുപോലെ ജനിക്കാത്തൊരു കുഞ്ഞിന്റെ പേരിൽ ജാതകദോഷം പറയോ? അവന്തിയുടെ ഉദ്ദേശം വേറെന്തോ ആണ്. സ്വാർത്ഥതയാണ്. തനിക്ക് കിട്ടാത്ത സന്തോഷങ്ങൾ മറ്റാർക്കും കിട്ടരുതെന്നുള്ള സ്വാർത്ഥത. നന്ദേട്ടന്റെ അവരുടെ ജീവിതത്തിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ അവരിങ്ങനൊന്നും പറയുമായിരുന്നില്ല. വർഷങ്ങളോളം സ്വന്തം ഭർത്താവിനെ പൂട്ടിയിട്ട സ്ത്രീ അവര്. അവരുടെ കയ്യിൽ നിന്ന് അനുഭവിച്ച പീഡനങ്ങളൊന്നും നന്ദേട്ട മറന്നിട്ടുണ്ടാവില്ല. അവര് ഒരു മുറിയിൽ ജീവിക്കുന്നു മാത്രമേ ഉള്ളൂ. അവര് തമ്മില് യാതൊരു ദാമ്പത്യ ജീവിതമൊന്നുമില്ല. അമ്മ എവിടൊന്ന് വെറുതെ ആഗ്രഹിച്ച മാത്രം പോരാ, അതിനുള്ള അർഹതയുണ്ടെന്ന് ദൈവത്തിനും കൂടി തോന്നണം. എങ്കിലേ ദൈവം മനസ്സറിഞ്ഞൊരു കുഞ്ഞിനെ നൽകൂ. അവർക്കത് കിട്ടാതെ പോയതിന് നമ്മളാണോ ഉത്തരവാദി? ഏട്ടത്തിയുടെ സ്വഭാവം നിനക്കറിയില്ലേ? അതുമാത്രമല്ല, ഇപ്പൊ അവര് അച്ഛനെ നല്ലതുപോലെ ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ട്. അച്ഛനിപ്പോ പഴയതുപോലെയല്ല. അവന്തികെടുത്തി പറയുന്നതാ ഇപ്പൊ അച്ഛന് വേദവാക്യം. നാളെ ഒരു ജോത്സ്യം വന്നിട്ട് നമ്മുടെ കുഞ്ഞിന് ജാതകദോഷം ഉണ്ടെന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞ പിന്നെ എങ്ങനെയാ നമ്മുടെ കുഞ്ഞിന് സമാധാനത്തോടെ ഈ വീട്ടിൽ ജീവിക്കാൻ സാധിക്കുന്നത്? നമ്മുടെ കുഞ്ഞിന്റെ ഭാവി തന്നെ ചോദ്യം ചെയ്യപ്പെടും. സച്ചേട്ടാ, അങ്ങനെ ഒരു ദുർവിധിക്ക് ഞാൻ നമ്മുടെ കുഞ്ഞിനെ വിട്ടുകൊടുക്കില്ല. നമ്മുടെ കുഞ്ഞിനെ കൊണ്ട് ഈ വീട് വിട്ട് ഞാൻ എങ്ങോട്ടെങ്കിലും പോവും. അങ്ങനെ ഓടിപ്പോകാൻ തുടങ്ങിയ എവിടെ വരെ പോവും? നമ്മുടെ കുഞ്ഞിന് സമാധാന സ്വസ്ഥതയുള്ളൊരു ജീവിതം കിട്ടണം. ഈ വീട്ടിൽ അതിന് തടസ്സമുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ കുഞ്ഞിനെ കൊണ്ടുപോകും. എങ്ങോട്ടെങ്കിലും പോവും. എന്തായാലും നാളെ ആ ജോൽസിനൊന്നെങ്കിൽ വരട്ടെ. നമ്മുടെ കുഞ്ഞിനെ ദ്രോഹിക്കുന്ന എന്തെങ്കിലും അയാൾ പറഞ്ഞാ പിന്നെ ഞാൻ ഇടം വല്ല നോക്കില്ല. എല്ലാം തകർത്ത് തരിപ്പണാക്കി കളയും ഞാൻ. നമ്മുടെ കുഞ്ഞിനെ ഇവരാരും പറയുന്ന പോലെ ഒരു ജാതകദോഷം ഇല്ലെന്ന് നമുക്ക് തെളിയിക്കണം. തെളിയിച്ചേ പറ്റൂ.